കോൺഗ്രസ് ശക്തി തെളിയിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. പെരുമ്പാവൂർ മണ്ഡലം സ്ഥിരമായി ഒരു മുന്നണിയോടും കൂറ് കാണിക്കാത്ത ഒരു മണ്ഡലമാണ്. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് നിയമസഭയാണ് ഉറങ്ങാൻ പറ്റിയ സ്ഥലമായിട്ട് അല്ല എ സിക്കകത്തിരുന്ന ഏറ്റവും നല്ല ലക്ഷറി ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള നിയമസഭയ്ക്കകത്ത് ഉറങ്ങാൻ പോകുന്ന ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. മലയാള സാഹിത്യത്തിന് കിട്ടിയ ഒരു മഹാവരദാനമാണ് ഞാനെന്ന് സ്വയം വിശ്വസിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എൽദോസ് കുന്നപ്പള്ളി എത്തിയിട്ടുണ്ട്. മാത്യു കുഴൽനാടനെതിരെ പ്രവചനാതീതമായ ഒരു മത്സരം ഉണ്ടാക്കാൻ ഒരു ചെറിയ സാധ്യത ഞാൻ ലളിത എബ്രാഹിമിന് കാണുന്നുമുണ്ട്. ഒരു ഏകാധിപത്യ പ്രവണത ആ മണ്ഡലത്തിനകത്ത് മാത്യു കുഴൽനാടൻ കാണിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതിൻ്റെതായിട്ടുള്ള ചില അനിഷ്ടങ്ങളൊക്കെയുണ്ട്. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും വളരെ നിർണായകമാണ്. കോൺഗ്രസിന് അത്യന്തം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിൽ നമ്മൾ 2 മണ്ഡലങ്ങളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വളരെ നിർണായകമായ 2 മണ്ഡലങ്ങളാണ് പെരുമ്പാവൂരും മൂവാറ്റുപുഴയും. അതിൽ തന്നെ പെരുമ്പാവൂർ ഇപ്പോൾ നിലവിലെ എൽദോസ് കുന്നപ്പള്ളിയാണ് അവിടുത്തെ MLA. ഈ പെരുമ്പാവൂർ മണ്ഡലത്തെ പറ്റി ഇനി കോൺഗ്രസിന്റെ ഒരു വരവ് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ആദ്യം ഗ്രീഷ്മ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അധികാരത്തിന് പുറത്ത് ഇനി ഒരു 5 വർഷം കൂടി ഇരുന്നാൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെത്തും എന്നുള്ളത് അവർക്കറിയാം. മാത്രമല്ല, കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിലനിർത്തൽ അസാധ്യമാവും. ഈ സാധനം ഇപ്പോൾ ഈ ദക്ഷിണേന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഈ മൂലയ്ക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളത് കൂടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. മാത്രമല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഭരണമില്ലാത്തൊരവസ്ഥ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ആവറേജ് സീറ്റ് അവർക്ക് കിട്ടുന്നതാണ്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസ് ശക്തി തെളിയിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. പ്രത്യേകിച്ചും പെരുമ്പാവൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പം എറണാകുളം ജില്ലയ്ക്കകത്തുള്ള മണ്ഡലമാണ്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് അവർ പരിപൂർണമായി തകരാതെ പിടിച്ചു നിന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പം അങ്കമാലി, ആലുവ അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലായിട്ട് അവർ തൃക്കാക്കര ഒക്കെ നിലനിർത്താൻ കഴിഞ്ഞു. ബാക്കിയുള്ളിടത്തെല്ലാം പോയി. അവരുടെ അഭിമാനം സംരക്ഷിച്ചത് എറണാകുളം ജില്ലയാണ്. പെരുമ്പാവൂർ മണ്ഡലം സ്ഥിരമായി ഒരു മുന്നണിയോടും കൂറ് കാണിക്കാത്ത ഒരു മണ്ഡലമാണ്. അതിൽ മനോനില അങ്ങനെ നിൽക്കുന്ന വോട്ടർമാരാണ് അവിടെ ഉള്ളത്. 1957 ഐക്യ കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് സഖാവ് പി ഗോവിന്ദപിള്ളയാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ 57 ജയിച്ച പി ഗോവിന്ദപിള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KM ചാക്കോ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 67 പിന്നെയും പി ഗോവിന്ദപിള്ള അവിടെ നിന്ന് വരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു മന്ത്രി പോലും ആയില്ല കേട്ടോ. അത്രയും സമാനതകളില്ലാത്ത വേറെ ആരുമായിട്ടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പി ഗോവിന്ദപിള്ള. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണ് ഇപ്പോഴത്തെ മന്ത്രി വി ശിവൻകുട്ടി. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അളിയനായിരുന്നു മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ. അപ്പോൾ പി ഗോവിന്ദപിള്ള അങ്ങനെ 2 തവണ അവിടെ നിന്ന് മത്സരിച്ചു. പക്ഷേ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നു, പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നു, പിന്നെ പി ഗോവിന്ദപിള്ള ജയിക്കുന്നു. അതിനുശേഷം വീണ്ടും 70 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു. പിന്നെ PR ശിവൻ CPM-ൻ്റെ ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ PP തങ്കച്ചൻ 4 ടൈം അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ആവുന്നു. അത് കഴിഞ്ഞ് 3 ടൈം സാജു പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കുന്നു. സാജു പോളിനെ 2016 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിട്ടാണ് എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. ആ സമയത്ത് പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസ് വലിയ ഒരു ആയുധമായി സാജു പോളിനെതിരെ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ലാത്ത അദ്ദേഹം അതിനകത്ത് നിരപരാധിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കെട്ടിവെക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് പ്രതിച്ഛായ നഷ്ടം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഇവർ ജയിച്ചത്. എൽദോസ് കുന്നപ്പള്ളി 32 വയസ്സിൽ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ MLA ആയതിനു ശേഷം ഒരു അല്പത്തരത്തിൻ്റെ അങ്ങേ തലയ്ക്കലാണ് നിൽക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി. പലതും നിയമസഭയ്ക്കകത്തിരുന്ന് ഉറങ്ങുന്ന വീഡിയോസ് പലതും നമ്മൾ കണ്ടു നിയമസഭയ്ക്കകത്ത്. കാരണം രാത്രി ഉറക്കമില്ല, രാത്രി വേറെ കലാപരിപാടിയാണ്. അതാണ് പ്രശ്നം. രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് നിയമസഭയാണ് ഉറങ്ങാൻ പറ്റിയ സ്ഥലമായിട്ട് അല്ല എ സിക്കകത്തിരുന്ന ഏറ്റവും നല്ല ലക്ഷറി ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള നിയമസഭയ്ക്കകത്ത് ഉറങ്ങാൻ പോകുന്ന ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇലക്ഷനോട് അടുക്കുമ്പം ഒരുപാട് മെറ്റീരിയൽസ് ഇവരുടെ കയ്യിലുണ്ട്, LDFൻ്റെ കയ്യിലുണ്ട്. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ മദ്യപിക്കുന്ന മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ബേസിക്കലി ഞാൻ മദ്യപിക്കുന്ന ആളാണ്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി ഒരു സ്റ്റേജിൽ കയറി ഒരു ആൻറ്റിയുടെ പുറകെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന അവരവസാനം കൈകൂപ്പി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഈ പൊതുവേദിയിൽ തന്നെ കോഴിത്തരം കാണിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാതെ ചെയ്യുന്നു എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപമുണ്ട്. ആ വീഡിയോ ഒക്കെ ഇലക്ഷൻ ആകുമ്പോൾ ഇവരെടുത്ത് പ്രയോഗിക്കും. അതിന് പുറമെ പിന്നെ സ്ത്രീ വിഷയത്തിനകത്ത് പ്രതി ചേർക്കപ്പെട്ടു. പുള്ളി അത് അഡ്മിറ്റും ചെയ്തു.
നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അദ്ദേഹം അത്ര കണ്ട് പെരുമ്പാവൂർ സ്വീകാര്യനാണെന്ന് തോന്നുന്നില്ല, ഈ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാലും. അതെ, അത് ഞാൻ പറഞ്ഞ ഒരു പെർഫോമർ അല്ല. ഇപ്പോൾ ഷാഫി പറമ്പിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. റോജി എം ജോൺ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വന്നതേ ഉള്ളെങ്കിലും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് മടി പിടിച്ചു നയിക്കുമെന്ന്. എൽദോസ് കുന്നപ്പള്ളി ചെയ്യുന്ന പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബദ്ധങ്ങൾ കാണിക്കുന്ന രീതിയാണ്. പിന്നെ കവിത എഴുതുന്ന രോഗമുണ്ട്. ആ കവിത പക്ഷേ ഒരു ഉളുപ്പില്ലാതെ ആൾക്കാരുടെ മുമ്പിൽ ഇത് കവിതയാണോ എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാവത്തില്ല. വഞ്ചകി നിനക്ക് എന്തോ ഒരു കൊഞ്ചലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊച്ചു പിള്ളേർ കാണിക്കുന്ന മാതിരിയുള്ള സാധനം ഇട്ടിട്ട് ഞാനെന്തോ എന്താ പറയുക, മലയാള സാഹിത്യത്തിന് കിട്ടിയ ഒരു മഹാവരദാനമാണ് ഞാനെന്ന് സ്വയം വിശ്വസിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എൽദോസ് കുന്നപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ അല്പത്തരങ്ങൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു യാത്ര എന്തോ അടുത്തിടെ സംഘടിപ്പിച്ചായിരുന്നു തോന്നുന്നു. അത് ഈ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭയിലേക്ക് പോകുമ്പം. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MLA-മാരെ തന്നെ അവർ വീണ്ടും മത്സരിപ്പിക്കും, അവർക്ക് സീറ്റ് കൊടുക്കും. അത് അവരുടെ പാറ്റേൺ അങ്ങനെയാണല്ലോ. ഒരിക്കൽ ഒരു ജനപ്രതിനിധി ആയാൽ ഒന്നുകിൽ അയാൾ തോക്കണം അല്ലെങ്കിൽ അയാൾ മരിക്കണം. അതുവരെ അവർക്ക് തന്നെയാണ് സീറ്റ്. ഇനി എൽദോസ് കുന്നപ്പള്ളി നിന്നാൽ ജയിക്കാനുള്ള ഒരു സാധ്യത, എൽദോസ് കുന്നപ്പള്ളിക്ക് സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ തവണ അവിടെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ലേക്ക് വന്നപ്പോൾ അവർക്കാണ് സീറ്റ് മത്സരിക്കാൻ കൊടുത്തത്. ഇത്തവണ ഒരു പക്ഷേ അങ്കമാലി സീറ്റും പെരുമ്പാവൂർ സീറ്റും തമ്മിൽ വെച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്കമാലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്താൽ അവർക്ക് ശക്തനായ സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ പറ്റുകയും അവർക്ക് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂരിൽ CPM തന്നെ ഏറ്റെടുത്തിട്ടും മുൻ MLA ആയിരുന്ന 3 തവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച, എന്നാൽ 2016 എൽദോസ് കുന്നപ്പള്ളിയോട് പരാജയപ്പെട്ട സാജു പോളിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ഡലം വീണ്ടും അവർ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് വരുമ്പോൾ ആ മണ്ഡലം ഇപ്പോഴത്തെ അവസ്ഥയിൽ CPM-ന് സാജു പോളിലൂടെ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ചെയ്താൽ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, പുള്ളി അപകടകാരിയൊന്നുമല്ല, അങ്ങനൊന്നുമില്ല, വേറെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനൊന്നുമില്ല. പക്ഷേ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ആളുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് 2 തവണ MLA ആയ അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാൻ പെരുമ്പാവൂരിൻ്റെ മണ്ണ് അനുവദിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അവിടെ ആർക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആരെ നിർത്തിയാലായിരിക്കും സാധ്യതയെന്ന് അങ്ങ് കരുതുന്നു? ഇല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹം തന്നെ വരുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് മൂവാറ്റുപുഴ മണ്ഡലമാണ് മറ്റൊന്ന് പറയാനുള്ളത്. മൂവാറ്റുപുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ മൂവാറ്റുപുഴ മണ്ഡലവും ഇതേപോലെ തന്നെ ഒരു സ്ഥിരമായ കൂറ് വെച്ച് പോയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു മണ്ഡലമല്ല മൂവാറ്റുപുഴ. നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പം മാത്യു കുഴൽനാടനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. മാത്യു കുഴൽനാടൻ ജയിക്കുന്നത് 2021 അവിടെ എൽദോ എബ്രഹാമിനെ, CPI-യുടെ സീറ്റാണ്, എൽദോ എബ്രഹാമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് മാത്യു കുഴൽനാടൻ വിജയിക്കുന്നത്. മാത്യു കുഴൽനാടൻ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, PR വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, നല്ല ഒറേറ്ററാണ്, കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, നിയമ ബിരുദമുണ്ട്, അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ, സ്വന്തമായിട്ട് നല്ല ലോ ഫേമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടനും പ്രതിച്ഛായ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. മാത്യു കുഴൽനാടൻ എക്സാലോജിക്കിൻ്റെ കേസിനകത്ത് അതിൽ വീണ വിജയനെ രക്ഷിച്ചെടുക്കാനുള്ള കരാർ ഏറ്റെടുത്തു എന്ന ആക്ഷേപം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുണ്ട്. സത്യത്തിൽ പിണറായി വിജയന് വീണ് കിട്ടിയൊരു സുവർണാവസരം എന്ന രീതിയിലാണ് ആ കേസിനകത്ത് അപക്വമായി അശ്രദ്ധയോടെ കേസ് കൈകാര്യം ചെയ്ത് ആവശ്യമില്ലാത്ത വ്യവഹാരത്തിലേക്ക് പോയി വേറെയുള്ള രീതിയിൽ അതിനെ ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലുള്ള വാതിലുകൾ പോലും അടച്ചിടുന്ന അവസ്ഥയിലേക്ക് മാത്യു കുഴൽനാടൻ എടുത്തിയാടിയ ഒരു കാര്യങ്ങൾ ചെയ്തു. അത് ഇദ്ദേഹത്തിന് വേണ്ടി കരാർ ഏറ്റെടുത്തതാണ്, ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന ആക്ഷേപം സാമാന്യ ബുദ്ധിയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് വ്യാപകമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ ചർച്ചയായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടിൻ്റെ ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടത്, അനധികൃതമായിട്ടുള്ള ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അവിടെ റവന്യൂ വകുപ്പ് പിന്നോട്ട് പോവുകയും ചെയ്തു. സർക്കാർ അതിനകത്ത് കൂടുതൽ തുടർ നടപടികളിലേക്ക് പോയില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇവർ ധാരണയായി എന്നാണ് അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് മാത്യു കുഴൽനാടനോട് പുറത്ത് ഇമേജൊക്കെ ഉണ്ടാവും, കാരണം പ്രസംഗിക്കാൻ അറിയാം, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം, ഒക്കെ അറിയാം. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു ഒറ്റയാൻ പ്രവർത്തനമാണ് മാത്യു കുഴൽനാടൻ. ബാക്കിയുള്ളവരെ ഒന്നും ബൈൻഡ് ചെയ്യത്തില്ല. സ്വന്തം ഒരു ഏകാധിപത്യ പ്രവണത ആ മണ്ഡലത്തിനകത്ത് മാത്യു കുഴൽനാടൻ കാണിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതിൻ്റേതായിട്ടുള്ള ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം കുഴൽനാടൻ ശ്രദ്ധിക്കുന്നത് അടുത്ത തവണ നിയമസഭയിലേക്ക് എത്തി UDF മന്ത്രിസഭ വരികയും ചെയ്താൽ കുഴൽനാടൻ, ഞാൻ പറഞ്ഞല്ലോ, പൈസയ്ക്ക് പഞ്ഞമില്ല, എങ്ങനെയെങ്കിലും ഒരു ക്യാബിനറ്റ് കയറി പറ്റുക എന്ന ഒരു ലക്ഷ്യം കുഴൽനാടനുണ്ട്.
പക്ഷേ അപ്പുറത്തുള്ളവരും മോശക്കാരൊന്നുമല്ല. കോൺഗ്രസിനകത്തുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ അവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്. മറ്റൊരുത്തനെ കൂടെ നിൽക്കുന്നതിനായിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരവർ. അപ്പം അങ്ങനെ വരുമ്പം ഈ ഗ്രൂപ്പിസം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും പുറത്തേക്കില്ല എന്നേ ഉള്ളൂ. കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്, ഓരോരുത്തർക്കും ഓരോ ആളുകളോട് താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തു നിന്നുള്ള വോട്ടുകൾ മറിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എൽദോ എബ്രഹാം 2016 അവിടുത്തെ MLA ആയിരുന്നു, 2021 മാത്യു കുഴൽനാടനോട് പരാജയപ്പെടുന്നു. എൽദോ ഒരു സാധു മനുഷ്യനാണ്, ഒരു പാവപ്പെട്ടവനാണ്, പിന്നെ അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. CPIയുടെ പ്രവർത്തകനാണ്, ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ വീണ്ടും എൽദോയെ തന്നെ CPI അവിടെ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. പിന്നെ വോട്ടെണ്ണി കഴിയുന്നിടം വരെ ആര് വിജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു മണ്ഡലമായിട്ട് മൂവാറ്റുപുഴ മണ്ഡലം മാറും. അപ്പം പെരുമ്പാവൂരിലാണെങ്കിൽ തന്നെ പെരുമ്പാവൂർ 2020 അവിടെ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാജു പോൾ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ പിന്നെ ഇദ്ദേഹത്തെ എൽദോ കുന്നപ്പള്ളിയെ പരാജയപ്പെടുത്തി സാജു പോളിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയും അങ്കമാലി കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് നിർത്തിയിട്ട് അങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 2020 എടുക്കുന്ന സമീപനങ്ങൾ ഇതിൽ നിർണായകമായിരിക്കും. 2020 ഇവിടെയൊക്കെ അവർക്ക് പിന്നെ 2020 അനുഭാവമുള്ള നിലവിലുള്ള മുന്നണി സംവിധാനങ്ങൾക്കകത്ത് വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP കാലങ്ങളായിട്ട് അവിടെ വോട്ട് വർദ്ധിപ്പിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ BJP ഒരു അതിനിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളല്ല BJPക്ക് ഇത് രണ്ടും. അപ്പം BJPയുടെ വോട്ടും അവർക്കൂടെ ഈ ആളുകൾ കേഡർ വോട്ടുകൾ അങ്ങനെ ചെയ്യും. അവർ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവരുടെ അവസാനത്തെ വോട്ടും അവർക്ക് അനുകൂലമായിട്ട് കിട്ടുകയും ചെയ്യും, അനുഭാവികളുടെ വോട്ടുകൾ. അല്ലാതെയുള്ള ഇപ്പോൾ സ്ത്രീകൾ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവർ ചിഹ്നവും പാർട്ടിയൊന്നും നോക്കത്തില്ല, അവർ മറിച്ച് ചെയ്യും. അങ്ങനെയുള്ള ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഈ രണ്ട് മണ്ഡലങ്ങൾ ചിലപ്പോൾ LDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിക്കുന്നില്ല, നല്ല ടൈറ്റ് ഫൈറ്റ് വരും. അവിടെ ജോസഫ് പാടിക്കൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പരാജയപ്പെട്ടു, പിന്നെ എൽദോ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. കുഴൽനാടനെ പിന്നെ ഇനിയിപ്പോൾ ജോസഫ് പാടിക്കൻ അവിടെ സീറ്റ് കിട്ടത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെയാണ്, പരാജയപ്പെടുന്നിടം വരെയോ മരിക്കുന്നിടം വരെ അയാൾ തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് മാറിയാൽ അങ്ങനെ മാറത്തില്ല. അങ്ങനെ അത് ആകെ അങ്ങനെ ഉണ്ടായ സംഭവം ഇപ്പോൾ ഇതാ. അല്ല, 2016 തെരഞ്ഞെടുപ്പിൽ PT തോമസിന് തൃക്കാക്കരെ കൊണ്ടുവന്ന് നിർത്തി, ബെന്നി ബെഹനാനെ മാറ്റി. അത് VM സുധീരൻ കടുംപിടുത്തം പിടിച്ചിട്ട് ബെന്നി ബെഹനാനെ മാറ്റി. അതേപോലെ തന്നെ KC ജോസഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂരിൽ നിന്ന് മാറി, സ്വമേധയാ മാറി. ആകെ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. PT തോമസ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ പിന്നെ 2009 വിജയിച്ചു. പക്ഷേ 2014 അദ്ദേഹത്തിന് അവിടെ സീറ്റ് ഈ ഇടുക്കി ബിഷപ്പുമായിട്ട് ഉള്ള വിഷയത്തിനകത്ത്, കാരണം ബിഷപ്പിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ബിഷപ്പിനെ പണിയെടുത്താൽ മതി, ഇവിടുത്തെ MP പണി ഞാൻ എടുത്തോളാം എന്നുള്ളത് പറയുന്ന അവസ്ഥ വന്നു ഈ ഭൂമി കയ്യേറ്റക്കാരുമായിട്ട്. അങ്ങനെ ഭൂമി കയ്യേറ്റക്കാരുടെ താല്പര്യമുള്ള ജോയിസ് ജോർജിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഇവർ വിജയിപ്പിക്കുകയും ചെയ്തു. അന്ന് പിന്നെ ഡീൻ കുര്യാക്കോസ് പരാജയപ്പെട്ടു. അങ്ങനെ PT തോമസിന് അന്ന് സീറ്റ് നിഷേധിച്ചതും ബെന്നി ബെഹനാന് 2016 സീറ്റ് നിഷേധിച്ചതും KC ജോസഫ് ഇരിക്കൂരിൽ നിന്ന് സ്വമേധയാ മാറി നിന്നതും 2021 ഒഴിച്ചാൽ നിലവിൽ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകളെ അവർ മാറ്റുന്ന രീതിയില്ല, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ബർത്ത് കൊടുക്കണം, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ, നമുക്കിനിയും പിന്നെ 10-11 മാസമുണ്ട് ഇലക്ഷന്, ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു പിന്നെ ഈ സീറ്റുകൾ വെച്ച് മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെരുമ്പാവൂർ സാജു പോളിലൂടെയും മറ്റിടത്ത് എൽദോയെ തന്നെ വീണ്ടും നിർത്തിയിട്ട് മാത്യു കുഴൽനാടനെതിരെ പ്രവചനാതീതമായ ഒരു മത്സരം ഉണ്ടാക്കാൻ ഒരു ചെറിയ സാധ്യത ഞാൻ എൽദോ എബ്രഹാമിന് കാണുന്നുമുണ്ട്. അതാണ് അവിടുത്തെ നിലവിലുള്ള സ്ഥിതി. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ മാജിക്കുകളൊന്നും കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.